ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രുതീസ് ടിപ്സ് ആൻഡ് ടോക്സ്. എൻ്റെ പേര് ശ്രുതി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു DIY നൈറ്റ് ക്രീമുമായിട്ടാണ്. അതായത് വെറും 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു കിഡിലൻ ഒരു ക്രീമാണിത്. അപ്പോൾ ഈ ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പേ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിലും ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഈ ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്രീം തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ടത് 2 ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ. അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് നമ്മുടെ വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് ആണ്. നമുക്ക് ഫാർമസികളിലൊക്കെ എന്താ പറയുക അവൈലബിൾ ആണ്. ഒരു 10 എണ്ണത്തിന് ഏകദേശം 39 റുപ്പീസേ വില വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ടാബ്ലറ്റ് നമുക്ക് 3 എണ്ണം ആണ് വേണ്ടത്. ഈ ഒരു ടാബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പാടുകൾ മായ്ക്കുന്നതിനും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആകുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന എന്താ പറയുക ഈ ഏജിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പാടുകളൊക്കെ മായ്ക്കുന്നതിനും ചുളിവുകളും ഒക്കെ മായ്ക്കുന്നതിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടാബാണ്. പിന്നെ വേണ്ടുന്നത് അലോവേറയുടെ ജെല്ലാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നേച്ചേഴ്സിൻ്റെ അലോവേറ ജെല്ലാണ്. ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ജെൽ എടുക്കുവാണെങ്കിൽ അതാണ് നല്ലത്. ഒത്തിരി നാൾ നമുക്ക് വെച്ചിരിക്കാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഗുണം കൂടുതൽ അതിനാണ് കിട്ടുക കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ടാബ്ലറ്റ് ആണ്. അതായത് വൈറ്റമിൻ സിയുടെ 3 ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ജസ്റ്റ് ഒരു പേപ്പറിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കുമ്പം ഒട്ടും തരി ഇല്ലാതെ തന്നെ പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, എങ്കിലേ നമ്മുടെ ക്രീം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു പേപ്പറിലേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ച് എടുക്കുകയാണ്. അപ്പം ഞാനിത് നന്നായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് അലോവേറയുടെ ജെല്ലാണ്. അതായത് 3 ടാബ്ലറ്റ് നമ്മൾ എടുക്കുമ്പം 1 ടേബിൾ സ്പൂൺ അലോവേറയുടെ ജെല്ലാണ് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്രീമിൻ്റെ പരുവം ആകുന്നിടം വരെ നമ്മളിത് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു ടിന്നിനകത്തിട്ട് നമുക്കിത് സൂക്ഷിക്കാം. പിന്നെ ഇത് നമ്മൾ നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് മോർണിംഗിൽ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പം നൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ ഫേസിലൊക്കെ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക. പിന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർ കയ്യിലൊരു ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. പാച്ച് ടെസ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാനൊന്ന് പറയാം. നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും അതായത് ഒരു 5 മിനിറ്റ് നമ്മളൊരു അല്പം എടുത്ത് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇറിറ്റേഷൻ ഒന്നും ഇല്ല എങ്കിൽ മാത്രമേ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. അത്രയാണ് ഈ ഒരു ക്രീമിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് നല്ലൊരു നമ്മുടെ ഫേസിൽ പാടുകളൊക്കെ മായ്ച്ച് നല്ലൊരു ഗ്ലോ തരുന്ന ഒരു ക്രീമാണ്. നമുക്കൊരു ഒരാഴ്ച നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ കുഞ്ഞാണ് എൻ്റെ കൈപാടില്ലാത്തതുകൊണ്ട് സഹായിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ക്രീം റെഡി ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. ഞാൻ എപ്പോഴും പറയേണ്ടത് റിപ്പീറ്റ് അറിയാതെ വരുന്നതാണ് കേട്ടോ. കഴിവത് ക്ഷമിക്കുക. ഞാൻ കഴിവത് ശ്രമിക്കുന്നതാണ് റിപ്പീറ്റ് ഉണ്ടാവാതിരിക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ല, ഈ ഒരു ക്രീമാണ് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ടാണ് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് അത് അബ്സോർബ് ആയി പോകുന്നുണ്ട് നമ്മുടെ സ്കിന്നിലേക്ക്. അപ്പോൾ നല്ലൊരു എഫക്റ്റീവ് തരുന്ന ഒരു ക്രീമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ